വിട്ടു. ഞങ്ങൾ ഇറങ്ങി ലെഫ്റ്റ് എടുത്ത് റൈറ്റ് എടുത്ത് ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു മൂലക്ക് നിന്ന് ഹോം ഗാർഡ് ചാടി വണ്ടിയിൽ വീട്ടിൽ പോകാൻ പാടില്ല. അവിടെ റോഡ് ഫ്രീ ആയിരുന്നു, 2 സൈഡ് നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് അയാൾ വിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോൾ നമുക്ക് ബാക്കിൽ പോകാൻ പറ്റില്ല, ഫ്രണ്ടിലും പോകാൻ പറ്റില്ല, എന്തും ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അയാൾ SIനെ വിളിച്ചു. SI വന്നിട്ട് താക്കോൽ കൂടിയിട്ട് പോയി. അപ്പോൾ ഉള്ളതും ബ്ലോക്കായി. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ആൾക്കാരെല്ലാം വണ്ടിയിലെ ആൾക്കാരെല്ലാം ഒന്ന് ഇറങ്ങിയിട്ട് പ്രശ്നമാക്കുമ്പോൾ പിന്നെ താക്കോൽ കൊണ്ടുവന്നിട്ട് വണ്ടി സ്റ്റേഷനിൽ കൊണ്ടുവച്ചു. സ്റ്റേഷനിൽ കൊണ്ടുവച്ചിട്ട് പറഞ്ഞ് കുറേ നിയമമുണ്ടല്ലോ, കുറേ വകുപ്പ് ചാർത്തിയിട്ട് ഇവനവിടെ ഇട്ട് ഹോം അറസ്റ്റ് ആക്കിയിട്ടുണ്ട്, 2 ജാമ്യം വേണമെന്നെല്ലാം പറഞ്ഞു. എനിക്ക് 2 ജാമ്യം പോയിട്ട് എനിക്ക് ഇവിടെ കാസർഗോഡ് ആരുമില്ല. എൻ്റെ നാട് കാസർഗോഡാണ്, ഞാൻ കല്യാണം കഴിച്ച മാംഗ്ലൂരാണ്, ഞാൻ എൻ്റെ താമസമെല്ലാം മാംഗ്ലൂരാണ്. ഞങ്ങളുടെ ഒരു വാടക വീട്ടിൽ താമസിക്കുന്നുണ്ട്. ആഴ്ചയിൽ വീട്ടിലൊക്കെ പോകാറുണ്ട്. എനിക്ക് എൻ്റെ വീട്ടിലെ ചിലവിന് വരെ പൈസ കൊടുക്കാനില്ല. 3-ാം തീയതിയാണ് 31-ാം തീയതിയാണ് ഞാൻ ലോൺ അടിച്ചത്, ലേറ്റായിട്ട്. അത് പകുതി അത് 6,000 കൊടുത്ത്, പിന്നെ ഞാൻ കൊടുത്തത് 3,000 3-ാം തീയതി. അങ്ങനെല്ലായിട്ട് ലോൺ കിട്ടിയത്. പിന്നെ എനിക്ക് സുഖമില്ല, ഞാൻ ഹാർട്ട് പേഷ്യൻ്റാണ്. എനിക്ക് രാവിലെ 5 മണിക്ക് ഞാൻ നിസ്കരിച്ചിട്ട് പോയാൽ പിന്നെ ഞാൻ വരുന്നത് ഉച്ചയ്ക്ക് 12 മണിക്ക്. ആ 12 മണിക്ക് വന്നാൽ ഭക്ഷണം വെച്ച് കഴിച്ച് ഗുളികയെല്ലാം കഴിച്ച് ഒരു 2 മണിക്കൂർ ഉറങ്ങും. അതിൻ്റെ വൈകുന്നേരം 4:30 പോകും. പോയി 10 മണി വരെ പണിയെടുക്കും. എൻ്റെ കാലിന് സുഖമില്ല. എല്ലായിട്ടും ഞാൻ നല്ല ബുദ്ധിമുട്ട്. അതല്ലാണ്ട് വണ്ടി മേടിച്ച് വന്ന ഒരു സുഹൃത്താണ്, ഓന് ഞാൻ ഡൗൺ പേയ്മെൻറ്റ് 25,000 രൂപ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓൻ്റെ പേരിലാണ്. എൻ്റെ ആധാർ കാർഡ് എടുത്തല്ലാത്തത് കൊണ്ട് ഓൻ്റെ പേരിൽ എടുക്കേണ്ട വന്നു വണ്ടി. അതാണ് പ്രശ്നം വന്നത്. എൻ്റെ പേരിലില്ല വണ്ടി. അതുകൊണ്ട് ഇവരെന്നെ ടോർച്ചർ ചെയ്യാണ് പോലീസുകാർ. ഇന്ന് വാ, നാളെ വാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ ഇവിടെ പോയി SP ഓഫീസിൽ കംപ്ലൈൻറ്റുമായിട്ട്. ഇപ്പോഴത്തെ റിസപ്ഷൻ പറഞ്ഞ് അവിടെ ഇരിക്കുന്നു. അതെല്ലാം വായിച്ചിട്ട് പിന്നെ എന്ത് ചെയ്തെന്നറിയില്ല. പിന്നെ എന്നെ വിളിച്ച് പറഞ്ഞ് DYSPൻ്റെ അടുത്ത് പോകും. അങ്ങനെ DYSPൻ്റെ അടുത്ത് പോയപ്പോൾ അയാൾ ഇതൊന്നും നോക്കിയില്ല. അയാൾ പറഞ്ഞ് ഞാൻ CC വീഡിയോ